Let's open number 4. അയ്യോ ഇവിടെ കിട്ടേണ്ട സാധനമാണ്. പക്ഷെ എന്തായാലും ട്രൈ ചെയ്തേ വരുള്ളൂ ബൈജു. അറിയാലോ ബൈജുവിന് ഇവിടുത്തെ നിയമം. നമ്മുടെ രാഷ്ട്രീയ കളികളൊക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മുടെ രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ. സാറിനെ കണ്ട് അവസാനമായിട്ടൊന്ന് അപേക്ഷിക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെയായി. ഒരബദ്ധം പറ്റിപ്പോയി. സാറെന്നെ ഒന്ന് തിരിച്ചെടുക്കണം. ചെയ്യാറില്ല, ലിസ്റ്റിലില്ലാത്തതല്ലേ അല്ലേ? അവരബദ്ധം പറ്റി. അതെ, ഗണേഷ് ചേട്ടൻ പക്ഷേ ലിസ്റ്റിലുള്ള ആളുണ്ട് ഇവിടെ. സുനിലജില് അച്ചായോ കർത്താവിന്റെ ക്രൂശും മരണോ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. ആദ്യം ഒറ്റ കൊടുക്കൽ, പിന്നെ കാണിച്ചു കൊടുക്കൽ, പിന്നെ ഏൽപ്പിച്ചു കൊടുക്കൽ. സേട്ട് നാളെ ബോംബെ നിന്നെത്തും, നിന്നെ ഞാൻ പഴപ്പിക്കും, എന്നിട്ട് ഈ തുറയിലേക്ക് എന്നെ വലിച്ചെറിയും, എന്നിട്ട് നിന്റെ ചെമ്പരത്തിനെ ഞാൻ ഈ തുറയിലിട്ട് നാറ്റിക്കും, ഒരു പട്ടിക നാറ്റിക്കും പോലെ. സൂപ്പർ. എങ്ങനെയുണ്ട്? സാധാരണ ഇത് സംസാരിക്കുമ്പോൾ ഇത്തിരി എന്തോ ഒരു ഇതുണ്ട്, ഒരു കുഴച്ചിൽ. പക്ഷെ ഈ പറഞ്ഞപ്പോ പെർഫെക്റ്റ് ആയിട്ട്. അപ്പൊ സുനിലിന്റെ നമ്പർ പറയും. 9. എനിക്ക് ഒരു 9. ഓപ്പൺ ഒരു 9. ജഗദീഷ് ശ്രീകുമാർ ഇവിടുത്തെ ലിസ്റ്റിലുള്ളതാണ്. പക്ഷെ സുനിലെ ട്രൈ ചെയ്യണം കേട്ടോ. എന്റെ ടോണിന് ഞാൻ മിമിക്രിയിൽ ഒട്ടും വഴങ്ങാത്തൊരു സൗണ്ടാണ്. ശ്രമിച്ചു നോക്കാം കേട്ടോ. അവറ്റൊക്കെ വരും. എന്തായാലും 10-28 കൊല്ലം ആയില്ലേടെ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ തിരിച്ചു വരുവടേ. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? പക്ഷെ വഴങ്ങൂലെന്നൊന്നും പറയാൻ പറ്റില്ല. താങ്കളുടെ ബോഡി ലാംഗ്വേജിൽ ഒരു അമ്പിളിച്ചേട്ടൻ ഉണ്ട്, ജഗതിച്ചേട്ടൻ ഉണ്ട്. ശ്രമിച്ചാൽ കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. ഏത് മിമിക്രിക്കാരൻ ഏതും ചെയ്യാൻ പറ്റും. പെർഫെക്ഷൻ ചിലപ്പോൾ ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നതായിരിക്കും. മമ്മൂക്കനൊക്കെ ബിജുക്കുട്ടൻ അനുകരിക്കാറുണ്ട്. ധൈര്യമാണ് നമ്മുടെ അത്. അതിപ്പോ മമ്മൂക്കയുടെ ഡയലോഗ് പറയിപ്പിച്ചടാ. ചന്തുവിനെ തോപ്പിക്കാൻ നിങ്ങൾക്ക് ആവില്ല മക്കളെ. ഒരു ടൈമില് സനൂപിനൊന്നും ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. അപ്പൊ ജഗതി ലിസ്റ്റിലുള്ള ആളുണ്ട് ഇവിടെ. അതെ മാറ്റമാണ്. പച്ചാൾ ബാസി ആക്സിഡന്റ് ആയിട്ട് അടി കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ഒരു സീല് രംഗമാണ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങള് തമ്മിൽ അടിയില്ല, പിടിയില്ല, ഹൊള്ളി വെടി. അവ തോക്കണം തന്നെ വെടിവെച്ചാൽ ചെയ്യാൻ ബദിലിയാടി. അവിടെയാണ് യഥാർത്ഥ അടി നടന്നത്. ബദിലിയാടിയാ ചെന്ന് വീണത് കുളിച്ചുകൊണ്ടിരുന്ന ഒരു തമിഴത്തിയുടെ ദേഹത്ത്. അവളുടെ ഭർത്താവ് ഏഴിമല, അവനൊരു 9 മലയുടെ വണ്ണം കാണും. അടിയോടടി അടിയോണ്ടപ്പോ ഇത് തോന്നി ഇതിലും ഭേദം രാജപ്പന്റെ വെടികൊണ്ട് ചാവുന്നതായിരുന്നു. പക്ഷെ ഏഴിമല സ്നേഹമുള്ളവനാ കേട്ടോ. ഇടികൊണ്ട് ഞാൻ ഊർദ്ധശ്വാസം വലിച്ചുകൊണ്ടിരുന്നപ്പോ അവൻ തന്നെ ചുരുട്ടിക്കൂട്ടി എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടു. നന്നായി. ഞാൻ ഇവരുടെ പെർഫെക്ഷനിലല്ല, ഇവരെ ശ്രമത്തിനാണ് മാർക്ക്. ആ ശ്രമം ഇവരെ ഇവിടെ എത്തിച്ചു എന്നുള്ളതാണ്. അത് എല്ലാവർക്കും ഒരു മോട്ടീവാണ് അല്ലേ? ഭയങ്കര ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്നും ആവണ്ട. ഒരു മിനിമം അല്ലെ, നമ്മളൊരു ആവറേജ് ഗ്രൂമേഴ്സ് അംഗീകരിച്ചാൽ ഇവിടെ എത്താൻ സാധിക്കും. കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. ശ്രമിച്ചാൽ ഇനി നന്നാവും. ഓക്കെ, അപ്പൊ എന്തായാലും ഇദ്ദേഹത്തിന്റെ നമ്പറിലേക്ക് കിടക്കാം. ബൈജുവിന്റെ നമ്പർ അടുത്തത് നമ്പർ 7. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7. ജഗദീഷ് ട്രൈ നോക്കാലോ അല്ലേ? ട്രൈ ചെയ്ത് നോക്കാം. ഏത് കോളേജിലാ പഠിക്കുന്നത്? സിദ്ധു, നിന്റെ കാണാൻ നല്ല ഭംഗിയിടും. എൽദോനെ അങ്ങ് സിനിമയിലെടുത്ത് അവനെ കയ്യോടെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാണ്. സിനിമയിൽ എടുത്തു. നല്ലതാ പറഞ്ഞല്ലേ. അപ്പോ അടുത്ത നമ്പർ സുനിൽ 6. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6. എന്തൊരു ഭാഗ്യവാനാണ്. ആ ലിസ്റ്റിലുള്ള പേര് തന്നെ കിട്ടിയില്ലേ? മലയാളത്തിന്റെ താളബോധവും സൗന്ദര്യബോധവും നല്ല രീതിയിൽ ഒപ്പിയെടുത്ത അഭിനയകലയുടെ രാജകുമാരൻ എന്ന് പറയുന്നത് ലാൽ തന്നെയാണ്. മമ്മൂട്ടി എന്ന മഹാനടനെ വെച്ച് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും മോഹൻലാലിൻ്റെ ആ അഭിനയത്തിലുള്ള ചടുലത, ആ പെർഫെക്ഷൻ എന്നെ ഒരുപാട് അതിശയിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.